ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ളവരെല്ലാം തന്നെ അഭിമാനം കൊണ്ട് തല ഉയർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്തെ ചില ആൾക്കാർക്ക് ഇന്ത്യൻ വ്യോമസേനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും അത് മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് അവരുടെ DNA-യിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. നമ്മളതിനെ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്ന് പറയും. പച്ച മലയാളത്തിൽ അത് പല തന്തയ്ക്ക് പിറന്ന സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിമാനങ്ങൾ ഇന്ത്യക്ക് എത്രയുണ്ട് എന്നുള്ളതിലല്ല, ഇന്ത്യ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്കിലാണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചൈനയെക്കാട്ടിലും വലിയ വ്യോമസേനയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആഗോള വ്യോമശക്തി റാങ്കിംഗ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. US ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആഗോള സൈനിക ശക്തിയെക്കുറിച്ചുള്ള പ്രധാന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. WDMMA വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റിന്റെ 2026 ഏറ്റവും പുതിയ ഗ്ലോബൽ ഫയർ എയർ പവേഴ്സ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ 6ാമത്തെ വ്യോമസേനയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ റാങ്കിങ്ങിലെ ഏറ്റവും വലിയ തിരിച്ചടി വിമാനങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും ഇന്ത്യ ചൈനയെ മറികടന്നു എന്നുള്ളതാണ്. അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള ആധിപത്യമാണ് ഇതിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. ഈ ആഗോള പട്ടികയിൽ അമേരിക്കയുടെ ശക്തിയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 വ്യോമയാന സേനകളിൽ 4 സ്ഥാപനങ്ങൾ അമേരിക്കയുടേതാണ്. അതിൽ 5004 വിമാനങ്ങളുമായി US വ്യോമസേന ലോകത്ത് 1ാം സ്ഥാനത്ത്, US നാവികസേന 2ാം സ്ഥാനത്ത്, റഷ്യൻ വ്യോമസേന 3ാം സ്ഥാനത്ത്, US സൈന്യം 4ാം സ്ഥാനത്ത്, US മറൈൻ കോർപ്സ് 5ാം സ്ഥാനത്ത്. രാജ്യങ്ങളിലെ പ്രധാന വ്യോമസേനകളെ മാത്രം താരതമ്യം ചെയ്ത US-നും റഷ്യയ്ക്കും ശേഷം ലോകത്തിലെ 3ാമത്തെ വലിയ വ്യോമസേന ഇന്ത്യക്കാണ്. അത് കഴിഞ്ഞ് മാത്രമേ ചൈന വരുള്ളൂ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. TVR അതായത് ട്രൂ വാല്യൂ റേറ്റിംഗ് ഫോർമുല അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്കിംഗ്. ഇത് വിമാനങ്ങളുടെ എണ്ണം മാത്രമല്ല, അവയുടെ ഗുണനിലവാരവും പരിഗണിക്കുന്നു. മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ ഇന്ത്യൻ വ്യോമസേന 69.4 എന്ന TBR സ്കോറുമായി 6ാം സ്ഥാനത്തെത്തിയപ്പോൾ ചൈനീസ് വ്യോമസേന 63.8 എന്ന TBR സ്കോറുമായി 7ാം സ്ഥാനത്താണ്. എണ്ണത്തിന്റെ കാര്യത്തിൽ ചൈനയ്ക്ക് 3733 വിമാനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യക്ക് 1716 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ഇന്ത്യൻ കപ്പലിലെ റഫേൽ, സുഖോയ്, തേജസ് പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കാരണം ഇന്ത്യയുടെ പോരാട്ട ശേഷി ചൈനയേക്കാൾ 10 മടങ്ങ് വലുതാണെന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വ്യോമശക്തിയെക്കുറിച്ച് വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പാകിസ്ഥാൻ റാങ്കിങ്ങിൽ ഒരിടത്ത് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ആഗോള പട്ടികയിൽ ആദ്യ 15 സ്ഥാനങ്ങളിൽ പോലും ഇടം നേടാൻ അവർക്ക് കഴിഞ്ഞില്ല. 879 വിമാനങ്ങളുമായി 46.3 എന്ന TBR സ്കോറുമായി പാകിസ്ഥാൻ 15നും താഴെയാണുള്ളത് എന്നുള്ളതാണ് ഇവിടെയുള്ള സുഡാപ്പികളെ വിഷമിപ്പിക്കുന്ന വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.